എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളുണ്ട്. അല്ല, നമുക്ക് മൃഗീയമായ സത്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. മൃഗീയമായ സത്യങ്ങൾ എന്നല്ല, അത് സത്യങ്ങളാണ്. ആ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് ആ സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി സ്വച്ഛമായിരിക്കും. എന്തൊക്കെയാണത്? ഒന്ന്, നമുക്ക് എന്ത് തന്നെ ഉണ്ടായാലും നമുക്ക് സന്തോഷം ഉണ്ടാവണം നിർബന്ധമില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാർ, ഏറ്റവും വലിയ വിദ്യാസമ്പന്നർ, ഏറ്റവും വലിയ ജോലിയുള്ളവർ, ഏറ്റവും സുന്ദരന്മാർ, സുന്ദരികൾ എല്ലാവരും സന്തുഷ്ടരാകേണ്ട അതായിരുന്നു. അങ്ങനെ അല്ലല്ലോ കാണുന്നത്. ഏറ്റവും വലിയ ഉന്നതങ്ങളിൽ വിരാജിക്കുന്നവരുടെ പല വ്യക്തികളുടെയും കുടുംബങ്ങളിൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മഹാദുഃഖങ്ങളുണ്ട്. എനിക്കറിയാവുന്നതാണ്, നേരിട്ടറിയുന്നതാണ്, നമ്മൾ വായിച്ചും കേട്ടും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. So, material possessions alone will not make you better or happier anymore. You may be immensely rich, you may be immensely influential, you may be very highly educated, you may be having everything that a normal, mundane human can probably look forward to. So many, you will be having everything. So, വലിയ വലിയ ധനാഢ്യന്മാരും വലിയ ബിസിനസ്സുകാരും വലിയ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകളും ഒക്കെ ഉണ്ടല്ലോ. നമുക്കൊന്നും ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തികമായ കഴിവുകൾ അവർക്കുണ്ട്. എന്ത് മെറ്റീരിയൽ പൊസഷൻ വേണമെങ്കിലും അവർക്ക് പറ്റും അർത്ഥം. പക്ഷെ നമ്മളിപ്പോൾ സ്വർണം കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി തിന്നാൻ പറ്റുമോ? പറ്റില്ലല്ലോ. 2-3 ഇഡ്ഡലി തിന്നാം. 10, 20, 25, 30 ഇഡ്ഡലി തിന്നുന്ന ഇഡ്ഡലി ഉറപ്പായിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനപ്പുറം നമുക്ക് പറ്റത്തില്ലല്ലോ. 1-2 കുപ്പായം നമുക്ക് വേണമെങ്കിൽ ഒന്നിന് പുറത്ത് ഒന്നായിട്ട് അണിയാം എന്ന് പറഞ്ഞിട്ട് 10-15 കുപ്പായം ഇടാനോ അല്ലെങ്കിൽ സ്വർണ്ണ കുപ്പായം ഇട്ട് നടക്കാനോ നമുക്ക് പറ്റൂല. അത് അതിൻ്റെ ആവശ്യമില്ല. 1 കാറോ 2 കാറോ 3 കാറോ ആവും. 30 കാറോ ഉണ്ടായിട്ടും കാര്യമില്ല. 60-100 മുറികളുള്ള വീടുണ്ടായിട്ടും കാര്യമില്ല. കാരണം നമ്മുടെ wants are all limited. So being affluent is really good, but if you are affluent beyond a particular limit, what is the benefit of that affluence? What kind of a good it is going to do for you? It's not going to do any good for you. So most of the money which you possess will be a waste, and you also will be very nervous, and you will be very, very what you call disturbed mentally, because you need to keep that riches with you. You need to be very, very sensitive and vigilant all the time in order to keep such an enormous amount of wealth with you undisturbed. ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. വെൽത്ത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, സൗന്ദര്യം ഉണ്ടെങ്കിലും ടു മച്ച് ഓഫ് എനിത്തിങ് ഈസ് ഗുഡ് ഫോർ നത്തിങ് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ മെറ്റീരിയൽ പൊസിഷൻ ഉള്ളതുകൊണ്ട് ഹാപ്പി ആവണം നിർബന്ധമില്ല. അത് ജീവിതത്തിലെ വലിയൊരു സത്യമാണ്. ഒരു മൃഗീയമായ സത്യം എന്ന് ഞാൻ പറഞ്ഞത് ബിറ്റർ ട്രൂത്ത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ബ്രൂട്ടൽ ട്രൂത്താണ്. നമ്മുടെ നെഞ്ചിൽ ആഞ്ഞടിക്കുന്ന പോലെയുള്ള സത്യം. രണ്ടാമത്തെ സത്യം എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. യു കനോട്ട് മേക്ക് എവറിബഡി ഇൻ ദിസ് വേൾഡ് ഹാപ്പി. കാരണം നമ്മുടെ ലക്ഷ്യം അതല്ല. ഇറ്റ്സ് നോട്ട് യുവർ ഇന്റൻഷൻ അറ്റ് ഓൾ. അങ്ങനെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന പറഞ്ഞാൽ നമ്മൾ പരാജയപ്പെടാനാണ് കൂടുതൽ സാധ്യത. കാരണം ഹാപ്പിനെസ്, എന്റെ ഹാപ്പിനെസ് മറ്റുള്ളവരുടെ ഹാപ്പിനെസ് ആവണം നിർബന്ധമില്ല. ഞാനൊരു IAS ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർ ചെയ്തു. IAS എല്ലാവർക്കും സന്തോഷം പകരണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. IAS രാജിവെച്ച് പോയവരൊക്കെ ഉണ്ട്, ഒരുപാട് പേര്. IPS രാജിവെച്ച് പോയവരുണ്ട്. വലിയ വലിയ ഉദ്യോഗങ്ങളെ കളഞ്ഞിട്ട് പോയ എത്രയോ ആൾക്കാരുണ്ട്. അവരവർക്ക് പറ്റുന്ന നല്ല മേഖലകൾ കണ്ടെത്തി ലോക പ്രശസ്തരായിട്ട് മാറിയിട്ടുമുണ്ട്. അവരവർക്ക് പറ്റാത്ത മേഖലകൾ അവർ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സന്തുഷ്ടി എന്നൊക്കെ പറഞ്ഞാൽ തികച്ചും വ്യക്തിഗതമാണ്, വൈയക്തികമാണ്. അതുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല. കണഞ്ഞു പരിശ്രമിച്ചാൽ പരാജയമായിരിക്കും ഫലം എന്നർത്ഥം. അതേപോലെ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുക മൂന്നാമത്തെ ഒരു സത്യമാണ്. എല്ലാവരും പെർഫെക്റ്റ് ആകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. കാരണം മനുഷ്യന് ദൗർബല്യങ്ങളുണ്ട്. മനുഷ്യനെ ഇപ്പം എന്നെ പോലല്ല എൻ്റെ ചേട്ടൻ, എൻ്റെ അനിയനോ എന്നെ പോലല്ല. ഒരേ അച്ഛനമ്മമാരുടെ മക്കളാണ്. ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലുള്ള ശരീര ഘടനയോടും രൂപഭാവങ്ങളോടും വ്യത്യസ്ത സ്വഭാവങ്ങളോടുകൂടിയുമാണ് ജനിച്ചിരിക്കുന്നത്. സോ വാട്ട് ഈസ് ഗുഡ് ഫോർ മീ മേ നോട്ട് ബി ഗുഡ് ഫോർ മൈ ബ്രദേഴ്സ്. വൺ മാൻസ് മീറ്റ് ഈസ് അനദർ മാൻസ് പോയ്സൺ എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ പെർഫെക്ഷൻ ഒന്നും നമുക്ക് പറ്റത്തില്ല. പെർഫെക്ഷൻ ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, യു ക്യാൻ ട്രൈ ടു ബി എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്, ആൻഡ് യു ഷുഡ് ഓൾവേസ് ട്രൈ ടു ബി വാട്ട് യു പർസ്യൂ. നമുക്ക് നമ്മുടെ വ്യക്തിത്വം കുറച്ചുകൂടി മിനുക്കിയെടുക്കാൻ നോക്കാം. നന്ദകുമാറിന്റെ വ്യക്തിത്വം മിനുക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം.
നന്ദകുമാറിൻ്റെ വാചാലത അല്ലെങ്കിൽ പാണ്ഡിത്യം അതുണ്ടെങ്കിൽ, ഈ രണ്ടും ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി എടുത്ത് നോക്കാം. നമ്മൾ മറ്റുള്ളവരെ സമീപിക്കുന്നതിൽ അപാകതയുണ്ടെങ്കിൽ അതൊന്ന് മെച്ചപ്പെടുത്താൻ നോക്കാം. നമുക്ക് യു ക്യാൻ കോൺസ്റ്റന്റ്ലി ട്രൈ ടു ഇംപ്രൂവ് യുവർ സെൽഫ്, ബട്ട് യുവർ ambition or your objective should not be attaining perfection. Put up a good ഒരു വെർഷൻ ഓഫ് യുവർ സെൽഫ്, അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കാം. പിന്നെ നാലാമത്തെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ചാവാൻ കിടക്കുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ നേട്ടങ്ങളോ നിങ്ങളുടെ കോട്ടങ്ങളോ നിങ്ങളുടെ വിജയങ്ങളോ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വളരെ വിലപ്പെട്ട ഓർമ്മകളോ ഒന്നും മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇതൊന്നും പ്രസക്തമല്ലെന്നർത്ഥം. ലൈക്ക് എനിബഡി എൽസ് യു വിൽ ഓൾസോ ഡൈ, ദാറ്റ്സ് ഓൾ. Whether you are great or whether you are not that great, or whether you are poor, whether you are rich fellow, whether you are a very handsome fellow or whether you are an ugly fellow, it does not matter at all. മരണം എന്ന് പറയുന്നത് സുനിശ്ചിതമാണ്. മരിക്കുമ്പോൾ മരിച്ചു പോകൂടാ. അതുകൊണ്ട് നിങ്ങൾ മരിക്കാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ സ്പർശിക്കുന്നതേ ഇല്ല, അപ്രസക്തങ്ങളാണെന്ന് അർത്ഥം. അതൊരു ബിറ്റർ ട്രൂത്താണ്. അതേപോലെ സന്തോഷത്തെക്കുറിച്ചും പറയുന്നുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ വെളിയിൽ കിട്ടുന്നതല്ല എന്നർത്ഥം. വെളിയിൽ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദ മോർ യു ട്രൈ ഫോർ ഹാപ്പിനെസ് ഔട്ട്സൈഡ് യുവർ ദിസ് തിങ്, ഔട്ട്സൈഡ് യു, ദാറ്റ് മീൻസ് നമുക്കാണ് ഹാപ്പിനെസ് വേണ്ടത്. നന്ദകുമാറിന്റെ ഹാപ്പിനെസ്, നന്ദകുമാറിന്റെ ഇറ്റ് ഹാസ് ടു കം ഫ്രം വിത്തിൻ എന്നുള്ളതാണ്. സോ ഇഫ് യു റൺ അബൌട്ട്, ഗ്രോപ്പ് അബൌട്ട് ഇൻ ദ ഡാർക്ക് ഇൻ സെർച്ച് ഓഫ് ഹാപ്പിനെസ്, യു വിൽ നെവർ ഗെറ്റ് ഇറ്റ് എനിവെയർ എന്നാണ്. തോറ്റുപോകും നമ്മൾ. ഈ ഹാപ്പിനെസ് അഥവാ സന്തുഷ്ടി എന്ന് പറയുന്ന ഒരു നിധിയൊന്നുമല്ല കണ്ടെത്താൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അത് വലിയൊരു സത്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണത്. എല്ലാവരും ഹാപ്പിനെസ്സിന് വേണ്ടി കിടന്ന് ഓടുന്നുണ്ട് വെളിയിൽ. മദ്യപിക്കുന്നു, കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി വസ്തു കഴിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ പോകുന്നു, വലിയ വലിയ കാറുകളിൽ സഞ്ചരിക്കുന്നു, വലിയ റിസോർട്ടുകളിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഡൂയിങ് സോ മെനി തിങ്സ് ടു അറ്റൈൻ ഹാപ്പിനെസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വൺസ് ദ റിട്ടേൺ ഫ്രം ദോസ് പ്ലേസസ്, much to their regret, much to their dismay and dissatisfaction, they find that they are not happier anymore. They have ceased to be happy. They are not happier anymore. Because happiness is something which is built very much within you. It's a state of your mind. വേറെ ചിലരുണ്ട്, അടുത്ത സത്യമാണ് അതാണ്. ഒരുപാടൊക്കെ പ്രസംഗിച്ചും അതേപോലെ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഞാൻ പറയുകയാണ്, നമ്മൾ സ്വന്തമായിട്ട് തെറ്റ് കണ്ടെത്തുകയാണ്. വാക്കിലൂടെയും വാചകങ്ങളിലൂടെയും നിരന്തരമായിട്ട് അഭിസംബോധനകളിലൂടെയും ഒക്കെ തന്നെ എന്നെ തെളിയിക്കാൻ എനിക്ക് പറ്റില്ലെന്നാണ് പറയുന്നത്. ഐ കനോട്ട് പ്രൂവ് മൈസെൽഫ് ത്രൂ മൈ ആക്ഷൻസ്, ഐ കനോട്ട് പ്രൂവ് മൈസെൽഫ് ത്രൂ മൈ വേർഡ്സ്, ബട്ട് ഐ ഹാവ് ടു പ്രൂവ് മൈസെൽഫ് ത്രൂ മൈ ആക്ഷൻസ് എന്നുള്ളതാണ്. അത് വലിയ സത്യമാണത്. എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വേണം ഞാൻ ആരാണെന്നുള്ള കാര്യം തെളിയിച്ച് കാണിക്കാൻ. അല്ലാതെ ഞാൻ വെറുതെ വാചകം അടിച്ച് ഗുവ പറഞ്ഞിട്ട് കാര്യമില്ല, ബ്ലാ ബ്ലാ അടിച്ചിട്ടെന്ന് അർത്ഥം. അതുകൊണ്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നമ്മൾ വാക്കിലൂടെ ശ്രമിക്കരുത്, നാക്കിലൂടെ ശ്രമിക്കരുത്, പ്രവർത്തനത്തിലൂടെ വേണം നമ്മളത് ശ്രമിക്കാൻ. യു ബി എ മോഡൽ ടു ദി അതർ പീപ്പിൾ ബൈ യുവർ ഓൺ ആക്ഷൻസ്. അപ്പിയർ ബിഫോർ ദം, ആക്ട്, കൺവിൻസ് ദം ദറ്റ് യു ആർ വാട്ട് യു ആക്ച്വലി ആർ. അതാണ് ചെയ്യേണ്ടതെന്ന് അർത്ഥം. അടുത്തത് വലിയൊരു തത്വമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എപ്പോൾ മരിച്ചു പോകുന്ന ആർക്കും അറിയില്ല. ഒരു മനുഷ്യൻ എപ്പോൾ മരിക്കുന്നുള്ളത് നോബഡി ക്യാൻ പ്രിഡിക്റ്റ്. വൺ ക്യാൻ ഡൈ അറ്റ് എനി ടൈം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാം. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഓരോരോ നിമിഷവും ചെയ്യേണ്ട കാര്യങ്ങൾ, ഗ്രാസ്പ് എവറി മൊമെന്റ് ടു അച്ചീവ് വാട്ട് യു ആക്ച്വലി ഇന്റൻഡ് ടു ഡു. സോ യു ഡോണ്ട് ഹാവ് എനി ഐഡിയ ആസ് ടു വെൻ യു വിൽ ഡൈ. സോ എവ്രി മൊമെന്റ് ഓഫ് യുവർ ലൈഫ്, ഞാൻ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ദ പ്രസന്റ് എന്ന് പറയുന്നതാണ്. ദ പ്രസന്റ്, വർത്തമാനകാലം, ഈ നിമിഷം, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ നിമിഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുക. അത് പോസ്റ്റ്പോൺ ചെയ്യരുത്. പ്രോക്രാസ്റ്റിനേഷൻ ഈസ് ദ തീഫ് ഓഫ് ടൈം എന്ന് പറയും. നീട്ടിവെക്കൽ എന്ന് പറയുന്നത് സമയത്തിന്റെ ഒരു അപഹർത്താവാണ്. ഇറ്റ് സ്റ്റീൽസ് ടൈം വിച്ച് യു വിൽ നെവർ ഗെറ്റ് എനിമോർ. നോബഡി നോസ് ഫോർ ഷുവർ. അപ്പോൾ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ നിമിഷവും, വിലപ്പെട്ട നിമിഷവും നിങ്ങൾ പൂർണ്ണമായിട്ട് വിനിയോഗിക്കുക. പിന്നെ വേറൊരു മഹാതത്വം കൂടെ മനസ്സിലാക്കാൻ നോക്കി ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. നിങ്ങളുടെ കഴിവെന്ന് പറയുന്നത് ദൈവം തന്നത് മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ട്, അധ്വാനം കൊണ്ട്, നിരന്തരമായിട്ടുള്ള അധ്വാനം കൊണ്ടും നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ടും കരഗതമാകുന്ന ഒന്നാണ് നിങ്ങളുടെ കഴിവ്. സോ വാട്ട് യു അക്വയർ through your constant practice, through your constant efforts, that will stay with you. And you don't get those things directly from the God Almighty, but
You can also contribute to that within a limited framework. You have your willpower. ഇച്ഛാശക്തി എന്ന് പറയും. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇത് മൂന്നും ഈശ്വരനാണെന്നാണ് പറയുന്നത്. ഇപ്പം ഇച്ഛാശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രീ വില്ലാണ്, യൂസിങ് വിച്ച് യു വിൽ ബി ഏബിൾ ടു ആഡ് ഓൺ ടു ദാറ്റ് നോളജ്, യുവർ പവർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ജീവിച്ചിരിക്കുന്ന കാലത്തിൽ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ സ്വന്തം പ്രയത്നഫലമായിട്ട് മെച്ചപ്പെടുത്താനും കൊണ്ടു നടക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള പരമമായ സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മളെ പല്ലിളിച്ച് കാണിക്കുന്ന സത്യങ്ങൾ തന്നെയാണ്. പല്ലിളിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതൊന്നും നമുക്ക് തൂത്തുമാച്ച് കളയാൻ അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ദീസ് ആർ ഓൾ സോളിഡ്, എന്താ പറയുന്നത്, ബ്രൂട്ടൽ ട്രൂത്ത്സ് വിച്ച് എവ്രി വൺ ഓഫ് us ഷുഡ് റിയലൈസ് ഏർലിയർ ഇൻ യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോക്ക് നന്നായിരിക്കും. അത് നിങ്ങളെല്ലാവരും ഓർക്കണം എന്ന് മാത്രമുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ